വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. വിശ്വയുടെ തോളിൽ ചാരിയുന്നുകൊണ്ട് സന്തോഷത്തോടെ എന്തോ പറഞ്ഞു ചിരിക്കുന്ന മിത്ര ബസ്സിന്റെ നീട്ടിയുള്ള ഹോൺ വിളി കേട്ട് ഞെട്ടി ഉണരുമ്പോൾ ടീനയുടെ മനസ്സിലാകെയുണ്ടായിരുന്ന അവശേഷിക്കുന്ന ചിത്രം കുറച്ചു മുന്നേ കണ്ട ഒരു സ്വപ്നത്തിന്റെ ബാക്കിയുള്ളതായിരുന്നു. ആകെ കൂടി കരങ്ങി മറിഞ്ഞ മനസ്സോടെ ഇരുന്ന് ഉറങ്ങിപ്പോയ അവിടെ ബാക്കിയുണ്ടായിരുന്ന സ്വസ്ഥത കൂടി കളയാൻ മാത്രം പ്രാപ്തിയുണ്ടായിരുന്നു ആ സ്വപ്നത്തിനും ആ ഒരൊറ്റ ചിത്രത്തിനും. അതുവരെയും കണ്ട സ്വപ്നം എന്തായിരുന്നു എന്ന് അവൾക്ക് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിലും വിശ്വയുടെയും മിത്രയുടെയും സന്തോഷത്തോടെയുള്ള ചിരി അത് അവളുടെ കണ്ണിൽ നിന്നും മാറിപ്പോയില്ല എന്ന് വാശിയുള്ളതുപോലെ അതങ്ങനെ കൂടുതൽ മികവോടെ തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ മുതൽ അവളിൽ വിറയൽ ഒരുപാട് കൂടി. ഇനിയും കുറച്ചു ദൂരം കൂടിയുണ്ട് അവിടെ നിന്ന് അവളുടെ വീട്ടിലേക്ക്. ബസ് അവിടെ തന്നെ നിർത്തിച്ച് അതിൽ നിന്നിറങ്ങി തിരികെ മിത്രയുടെ അരികിലേക്ക് തിരിച്ചു പോയാലെന്നാണ് ടീന ആ നിമിഷം ആദ്യം ആലോചിച്ച്. പിന്നെ തോന്നി അത് വേണ്ടെന്ന്. മിത്രയുടെ അരികിലേക്ക് താനിപ്പോൾ ചെന്നാൽ അത് അവളോടുള്ള വിശ്വാസക്കുറവാണെന്ന് അവൾ ചിന്തിക്കാൻ സാധ്യത കൂടുതലാണ്. അത്രമാത്രം കാര്യത്തോടെയാണ് താൻ ഈ കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചതും ഒത്തുകൂടാൻ പോകുന്ന കുടുംബക്കാരോടൊപ്പമുള്ള നിമിഷങ്ങളെക്കുറിച്ച് അവളോട് വാചാലയായതും. എന്തായാലും പോകണമെന്നുള്ളത് ഇതറിഞ്ഞ നിമിഷം മുതൽ പറയുന്നതുമാണ്. അതെല്ലാം ഇട്ടെറിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോൾ അവൾക്ക് അതല്ലാതെ മറ്റെന്ത് തോന്നാനാണ്. അതോടെ തിരിച്ചു പോകാനുള്ള ആ ശ്രമം അവൾ ഉപേക്ഷിച്ചു. തലയൊന്ന് കുടഞ്ഞിട്ട് ഉള്ളിൽ ഊറിക്കൂടിയ അസ്വസ്ഥതയും ആ ചിത്രവും ഒക്കെ നിറക്കിവിടാൻ ടീന ആഞ്ഞു ശ്രമിച്ചെങ്കിലും അവൾക്കതിനായില്ല. വെറുമൊരു സ്വപ്നമാണെന്ന് ചിന്തിക്കുകയെന്ന് പ്രയാസം എന്ന പോലെയുള്ള അതൊരു സൂചനയാണോ ഇനി? എന്തെങ്കിലും നടക്കാൻ സാധ്യതയുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കുമോ ആ ചിത്രവും സ്വപ്നവും? ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നിയപ്പോൾ ടീന സീലിലേക്ക് ചാരിക്കണമെന്ന് വീണ്ടും കണ്ണടച്ചുറങ്ങാൻ ശ്രമിച്ചെങ്കിലും അതിനും ആയില്ല. ആൾക്ക് മിത്രയെ വിളിക്കണമെന്ന് തോന്നൽ ശക്തമായി. ആളെ വിളിക്കരുതെന്ന് അഭി കർശനമായിട്ട് പറഞ്ഞിട്ടുള്ളെന്നും അവളപ്പോൾ ഓർത്തതേയില്ല. ഒന്നാളോട് സംസാരിച്ചാൽ തന്റെ മാനസിക പിരിമുറുക്കം അല്പം കുറഞ്ഞേക്കുമെന്നൊരു ധാരണയിൽ പിന്നെ ഒന്നും ഓർക്കാതെ മിത്രയുടെ നമ്പർ കോളിലിട്ടുകൊണ്ട് ടീന ടെൻഷനോടെ തന്നെ കാത്തിരുന്നു. പക്ഷേ ആളെ കൂടുതൽ ടെൻഷനാക്കാൻ എന്ന പോലെ മിത്ര ആ കോൾ അറ്റൻഡ് ചെയ്തില്ല. വീണ്ടും ടീന ഇനി എന്ത് വേണമെന്ന ചിന്തയിലാണ്. ഡെന്നീസ് അങ്ങളെ വിളിച്ച് അവൾ എത്തിയാലോ എന്ന് ചോദിച്ചാലോ? മിത്ര വീട്ടിലേക്ക് പോയിട്ടില്ലെന്നും റോഡിലേക്ക് നേരെ ഇറങ്ങി അവർ താമസിക്കുന്നിടത്തേക്ക് തന്നെയാണ് തിരികെ പോയിരുന്നെന്നും വളരെ വ്യക്തമായിട്ട് താൻ കണ്ടതാണ്. അങ്കിളിനെ വിളിച്ചിട്ട് അവൾ എത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ അങ്ങോട്ട് പോരാൻ ഒരുങ്ങിയായിരുന്നു എന്ന് അങ്കിൾ അറിയുകയും ചെയ്യും. ആളെ തിരിച്ചു വിളിക്കുകയും ചെയ്യും. തന്നെയുള്ള പരിഭവം കൊണ്ട് ഫോൺ എടുക്കാതിരിക്കുന്നതാണെങ്കിൽ അങ്കിൾ വിളിക്കുമ്പോൾ അവൾക്ക് തീർച്ചയായിട്ടും എടുക്കേണ്ടതായിട്ട് വരും. അതോ ഇനി ലിസി ആൻറ്റിയെ വിളിക്കുന്നതാണോ കൂടുതൽ നല്ലത്? അവൾ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി അവളെ വിളിക്കും. വാശിയോടെ അങ്ങനെയൊക്കെയും ചിന്തിച്ചു കൂട്ടുമ്പോഴും ടീനയുടെ മനസ്സിൽ സന്തോഷത്തോടെ വിശ്വയോടെന്തോ പറഞ്ഞിരിക്കുന്ന മിത്രയുടെ മുഖം തന്നെയായിരുന്നു. ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല വിശ്വ. കാലാവസ്ഥ നിരീക്ഷകരെ പോലെ സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്നൊരു നിഗമനത്തിൽ എത്തിച്ചേരുകയെ നിവൃത്തിയുള്ളൂ. അതുപോലെ തന്നെയാ എനിക്ക് മുന്നിലേക്ക് നീട്ടുന്ന ഈ ചോദ്യവും. എങ്ങുമെങ്ങും തൊടാതെയുള്ള ഒരു ഉത്തരത്തോടെ വിശ്വയുടെ ചോദ്യത്തിൽ നിന്നും മിത്ര തെന്നി മാറാൻ ശ്രമിച്ചു. ആൾ ആ ചോദ്യത്തിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാണെന്ന് വിശ്വക്ക് മനസ്സിലാവുകയും ചെയ്തു. അവന്റെ മനസ്സിലൊരു നിരാശ തോന്നിയെങ്കിലും അതവൻ പുറമേ കാണിച്ചില്ല. അതെ, ആ ചോദ്യത്തിന് നമുക്ക് അങ്ങനെ കഴിച്ചു വിട്ടേക്കാം. എന്തെങ്കിലും സംഭവിക്കോ സംഭവിക്കാതിരിക്കോ എന്ത് വേണേലും ആയിക്കോട്ടെ. അവനും അവൾ അനുകൂലിക്കുകയാണ് ചെയ്ത്. മിത്രയും പിന്നൊന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. കുറച്ചു ദൂരം കൂടി പോയതോടെ രാത്രിയിലേക്ക് കഴിക്കാനുള്ള വാങ്ങിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയത് മുതൽ വീണ്ടും മിത്ര ചിന്തിച്ച മുഴുവനും അവനെ കുറിച്ചായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം അവൻ അങ്ങനെ ചോദ്യം തന്നോട് ചോദിച്ചെന്ന് അവൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. 2-3 ദിവസമായി അവനെ കുറിച്ച് ഓർക്കുമ്പോൾ തനിക്കൊരു പുഞ്ചിരി വിടരാറുണ്ടെന്ന് അവൾ ഓർത്തു. ടീന പറഞ്ഞ പോലെ അവനെ കുറിച്ച് പറയുമ്പോൾ താൻ അറിയാതെ തന്നെ ആവേശത്തിലാവുന്നുണ്ടോ? അവനോട് സംസാരിക്കുമ്പോൾ താൻ കൂടുതൽ കംഫർട്ട് ആവുന്നുണ്ടെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാവുന്ന സത്യം തന്നെയാണ്. തനിക്ക് അവനോട് തോന്നുന്ന ഫ്രണ്ട്ഷിപ്പിനപ്പുറത്ത് തോന്നുന്ന ഈ ഫീല് അത് അവനും തന്നോട് തോന്നുന്നുണ്ടാവുമോ? കോളേജിൽ മൊത്തം പടർന്നു പിടിച്ച പോലൊരു പേര് വിശ്വയുടെ പെണ്ണാണെന്നുള്ളത്. ആദ്യമൊക്കെ ചിരിച്ചെള്ളിയിരുന്നു. അന്നും ടീന പറയും ചിരിച്ചടന്നിട്ടാണ് അവരത് തുടരുന്നതെന്ന്. പക്ഷെ ഇപ്പോഴാ വിളികൾ ആരും അറിയാതെ ആസ്വദിക്കാറുണ്ടോ? ആദ്യത്തെ അതേ ലാഘവത്തോടെ ഇപ്പോഴാ കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് വിശ്വയോട് പറഞ്ഞു ചിരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാവും? ആൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക തന്നെ വിശ്വ തിരികെ കാറിലേക്ക് കയറിയിരുന്നു. ഇനി ആലോചിച്ച് സെന്റ് അടിക്കാൻ തന്നെയാണോ ഭൗതിയുടെ തീരുമാനം? ആളുടെ ഗാഠമായ ആലോചന കണ്ടതും വിശ്വ കളിയോടെ ചോദിച്ചു. ആളതിന് മറുപടിയൊന്നും പറയാനില്ലാത്ത പോലെ ഒന്ന് ചിരിക്കുകയാണ് ചെയ്ത്. വിശ്വയും പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. മിത്രയൊക്കെ താമസിക്കുന്ന വീടിന് മുമ്പിൽ നിർത്താതെ വിശ്വ അവന്റെ വീടിന് നിൽക്കാണ് കാർ ഓടിച്ച്. അവരെ കാത്തിരുന്ന പോലെ വീടിന്റെ സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മുരുകൻ ഇറങ്ങി ചെന്നിട്ട് ഗേറ്റ് അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ഞാൻ കരുതി കാർ അവിടെ ഇട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി നടന്നാണ് വന്നിരുന്നത്. എന്നാൽ ഇപ്പൊ 2 പ്രാവശ്യം വന്നിട്ട് പോകാനുള്ള സമയമായി. അവരെ കണ്ട മുരുകൻ പറഞ്ഞു. ഞങ്ങളൊരു ചായ കുടിച്ച് അങ്ങനെ സാവധാനം പോന്നാടേ. വീഴ്ച പറയുമ്പോൾ മുരുകനെന്ന് അമർത്തി മൂളി. രാത്രിയിലേക്കുള്ള ഫുഡാ, ഇനി വെച്ചുണ്ടാക്കാനൊന്നും വയ്യ. കൈകളുടെ കവർ മുരുകൻ നേരെ നീട്ടിയിട്ട് വിശ്വ പറഞ്ഞു.
പിന്നെ പറയുന്ന കേട്ടാ തോന്നും നീയാണ് ഇവിടെ എല്ലാം വെച്ചുണ്ടാക്കലെന്ന്. വിശ്വ അതിനെന്തോ ഉത്തരം പറയാൻ തിരിഞ്ഞു. മിത്ര ഡോർ നിന്നുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയത് ഒരുമിച്ചായിരുന്നു. അതോടെ അവനാശ്രമം വേണ്ടെന്ന് വെച്ചു. ഞാനെന്നാ പോട്ടെ. മിത്ര ചിരിയോടെ യാത്ര ചോദിച്ചു. നിക്ക്, ആള് പോയി നീ ഒറ്റ കഴിക്കണ്ടേ? നിനക്ക് കൂടെയുള്ള ഞാൻ വാങ്ങിയിട്ടുണ്ട്. അവിടെ നീ കയറുക, കഴിച്ചിട്ട് പോവാം. വീണ്ടും സീറ്റുകളിലേക്ക് കയറുന്നതിനിടെ വിശ്വ പറയുമ്പോൾ അത് വേണോ വേണ്ടോ എന്നൊരു ആശങ്കയോടെ മിത്ര നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. എന്താണോ പേടിയുണ്ടോ നിനക്ക്? ഞങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെയുള്ളതുകൊണ്ട് അത് ആരെങ്കിലും കാണുന്നുള്ള ഭയമാണോ? ആളുടെ നിൽപ്പ് കണ്ടിട്ട് വിശ്വ തിരിച്ചിറങ്ങി വന്നിട്ട് ചോദിച്ചു. അത് രണ്ടുമല്ല, എനിക്കിപ്പോൾ ഭക്ഷണം വേണമെന്നില്ല. ഞാൻ ചെന്നിട്ട് ഉപ്മാവിലുണ്ടായി കഴിച്ചോളാം. എനിക്കൊന്ന് കിടന്നാൽ മതിയെന്നേ ഉള്ളൂ. നല്ല ക്ഷീണം. മിത്ര അപ്പോഴത്തെ അവിടെ അവസ്ഥ തുറന്നു പറഞ്ഞു. ആ ക്ഷീണം കാണും, അതുപോലെ പോയി കുത്തി പറഞ്ഞല്ലേ. പാർട്സൊക്കെ പ്രതികരിക്കും. ഇപ്പൊ പോയാൽ താനൊന്നും കഴിക്കില്ല. മരുന്ന് കുടിക്കാനുള്ളപ്പൊന്നും കഴിക്കാതിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇത് കഴിച്ചിട്ട് പോയി മരുന്ന് കുടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. നിന്റെ മനസ്സിലിപ്പോൾ വേണ്ടാത്ത കുറെ നെഗറ്റീവ് ചിന്തകളുണ്ട്. അതെല്ലാം ഒന്ന് പോയി കിട്ടണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങില്ല അത്യാവശ്യമാണ്. അതുകൊണ്ട് മടിച്ചിരിക്കാതെ ഇങ്ങോട്ട് കയറുവാ മിത്ര ഡെന്നിസ് മാത്യു. വീശു അവിടെ തന്നെ നിന്നിട്ട് കൈകൾ നടുവിന് കുത്തി ഈണത്തോടെ വിളിച്ചു പറയുമ്പോൾ മിത്ര ചിരിയോടെ തന്നെ അവനരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും മുരുകൻ കൈകളെ കവറുമായി അകത്തേക്ക് കയറിപ്പോയിരുന്നു. നീരിക്ക്, ഞാനും കൂടെ ചെല്ലട്ടെ. എല്ലായിടത്തും ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ നിന്ന് കഴിക്കാം. നിനക്കതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. ആളുടെ മനസ്സറിഞ്ഞ പോലെ വിശ്വ അതും പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകുമ്പോൾ മിത്ര കൈയുള്ള മരുന്നിന്റെ കാറുകൾ തിണ്ണയിലേക്ക് വെച്ചു. നെറ്റിയിലെ മുറിയിൽ ചെറിയൊരു വിങ്ങലുണ്ട്. കണ്ണടച്ചുകൊണ്ട് അവൾ കസേരയിലേക്ക് ചാടിക്കിടന്നു. അധികം വൈകാതെ തന്നെ മുരുകനും വിശ്വയും തിരികെ വന്നു. കഴിക്കാനും കുടിക്കാനുള്ളതെല്ലാം അവരുടെ രണ്ടുപേരുടെയും കയ്യിലുണ്ട്. ചപ്പാത്തിയും കറിയാ, നിനക്ക് വേണ്ടെടുത്ത് കഴിക്കുക. ആൾക്ക് നേരെ പാത്രം നീട്ടിയിട്ട് വിശ്വ പറഞ്ഞു. യാതൊരു ഫോർമാലിറ്റികളും ഇല്ലാത്ത അവരുടെ ആ പെരുമാറ്റം മിത്രക്കൊരു ആശ്വാസമാണ് തോന്നിയത്. എത്രയോ കാലമായിട്ട് അവർക്കിടയിലുള്ള ഒരാളെ പോലെയാണ് അവരവളെ പരിഗണിച്ച് അവളോട് സംസാരിക്കാൻ ശ്രമിച്ച്. അതിനിടയിൽ ആ അപകടത്തെക്കുറിച്ച് പറഞ്ഞ് വിശ്വളെ നന്നായിട്ട് കളിയാക്കുന്നുണ്ട്. മിത്ര അവളെ കൊണ്ടാവും പോലെയൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. മുരുകൻ രണ്ടു കൂട്ടിയുടെ ഒപ്പം നിൽക്കാതെ ഒറ്റയ്ക്ക് നിന്ന് അതിനെല്ലാം ആസ്വദിക്കാനും ശ്രമിച്ചു. വളരെ കാലമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഹൃദയബന്ധക്കൂട്ടിൽ നിന്നും അവൾക്കേറ്റ തിരസ്കാരത്തിന്റെ മറുമരുന്ന് പോലെ വിശ്വയും മുരുകനും അവളെ സന്തോഷിപ്പിച്ചു. പാത്രം അവിടെ വെച്ചിട്ട് കൈ കഴിക്കും മിത്ര. അകത്തേക്ക് കയറിപ്പോവാൻ അവൾക്ക് മടിയുണ്ടാവുമെന്ന ധാരണയിലാണ് വിശ്വ അത് പറഞ്ഞ് അവളത് അനുസരിക്കുകയും ചെയ്തു. കഴിച്ച പാത്രം അവിടെ വെച്ചിട്ട് പോകാൻ അവൾക്കൊരു മടിയുണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് ആ വീടിനകത്ത് കയറിപ്പോവാൻ അവൾക്ക് തോന്നിയിരുന്നില്ല. ഇനി പോയിട്ട് മേലൊക്കെ കഴിക്കും മരുന്നോ കുടിച്ചിട്ട് മിടിക്കായിട്ട് കിടക്കണം. അല്ല ചെന്നവാടെ കിടക്കയിലേക്ക് വീണ നിൽക്കരുതേ. ആൾ പോകും മുമ്പേ വിശ്വ ഓർമ്മിപ്പിച്ചു. മിത്ര ചിരിയോടെ തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു. കാര്യം നീ ജാൻസി റാണിയുടെ ഏറ്റവും അടുത്ത ആളൊക്കെ ആയിരിക്കും ധൈര്യത്തിന്റെ കാര്യത്തിൽ. എങ്കിലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറയുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ വിളിക്കണം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഗേറ്റ് കടന്ന് അവൾ ഇറങ്ങിപ്പോകും മുന്നേ വിശ്വ അതുകൂടി ഓർമ്മിപ്പിച്ചു. ഉത്തരവൊന്നും പറഞ്ഞില്ലെങ്കിലും ഹൃദയം നിറഞ്ഞൊരു ചിരിയോടെയാണ് മിത്ര യാത്ര പറഞ്ഞിട്ട് പോയത്. സത്യത്തിൽ എന്തായിരുന്നു വിശ്വയുടെ പ്രശ്നം? എങ്ങനെയാ അപകടം? മിത്ര അവിടെ വീണ്ടും ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുന്ന വേണ്ടിയിട്ടാണ് മുരുകൻ വിശ്വയോട് ചോദിച്ചു. പ്രശ്നം അവൾക്കല്ല, അവളുടെ ഒപ്പമുള്ളവർക്കാ. വല്ലാതെ കടുത്തു പോയിരുന്ന ആ ഉത്തരം പറയുമ്പോൾ വിശ്വയുടെ മുഖം. ഇന്നത്തെയും പ്രധാന കാരണം നീ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഞാൻ തന്നെയാ. അതിലെന്താ ഇത്ര സംശയം? ആർക്കിപ്പോ അവളെ നീ നല്ല സംശയമാണ്. ആരും നീയും തമ്മിലൊരു പ്രശ്നം വന്നാ മിത്ര നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്ന നീ കരുതുന്നു? ഇപ്പോഴത്തെ അവളൊരു സാഹചര്യം വെച്ച് അവള് രണ്ടു കൂട്ടരുടെയും കൂടെ നിൽക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. വിശ്വ അത്രയും പറഞ്ഞിട്ട് മിത്രയും അവനും കഴിച്ച പാത്രം എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ മുരുകൻ ആലോചനയോടെ അവിടെ തന്നെ ഇരുന്നു. വിശ്വ പറഞ്ഞ പോലെ തന്നെ മേലൊക്കെ കഴുകി ഗുളിയും കുടിച്ചുകൊണ്ടാണ് മിത്ര കിടക്കാനായിട്ട് പോയത്. വീടിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു മൗനവും മൂകതയും അവളെ ടീനയെ ഓർപ്പിക്കുന്നുണ്ടായിരുന്നു. സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. സാധാരണ കിടക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ലെങ്കിലും ആൾക്ക് വല്ലാത്ത ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതുവരെ എടുത്തു നോക്കാതിരുന്ന ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ ടീനയുടെയും ലിസാൻഡിയുടെയും എല്ലാം നമ്പർ മിസ് കോൾ അടയാളപ്പെടുത്തിക്കൊണ്ട് ചുവന്ന് കിടക്കുന്നുണ്ട്. ടീൻ എന്തിനായിരിക്കും വിളിക്കുമ്പോൾ ഒരു ഏകദേശം രൂപമുണ്ടെങ്കിലും ലിസാൻഡിയുടെ കാര്യത്തിൽ അതൊന്നുമില്ല. ആളങ്ങനെ വിളിച്ച് അന്വേഷണം ചോദിക്കുന്ന ടൈപ്പൊന്നുമില്ല. മിക്കപ്പോഴും ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് പതിവ്. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അസുഖം വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് വിളിച്ചിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മാത്രം ചെയ്യും. ഒട്ടൊരു നെഞ്ചിരിപ്പോടെയാണ് മിത്ര ലിസിയുടെ നമ്പറിലേക്ക് വിളിച്ചത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? നീ എന്താ ഇന്ന് വീട്ടിലേക്ക് വരാഞ്ഞ്? നീയും ടീനയും കൂടി ഒരുമിച്ച് ഇറങ്ങിയാണെന്ന് ടീന വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ. നീ എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ വിളിച്ചിരുന്നു. നിന്റെ ഫോണിലേക്ക് അവൾ വിളിച്ചിട്ട് കിട്ടില്ലെന്ന് പറഞ്ഞു. ശാന്തമായി ലിസിയാൻഡ് പറഞ്ഞു കേട്ടപ്പോഴാണ് മിത്രയ്ക്ക് ശരിക്കും ശ്വാസം വീണത്. പ്രതീക്ഷിക്കാതെയുള്ള കോൾ കണ്ടപ്പോൾ ആളൊന്ന് ഭയന്നു പോയിരുന്നു. ടീന ഇങ്ങനെ ചെയ്യുമെന്ന് അവൾ ഓർത്തുമില്ല. ഒന്നുമില്ല ആൻറ്റി, ഞാൻ ടീനയെ പറഞ്ഞ് പറ്റിച്ച ആ പൊട്ടിയത് വിശ്വസിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവൾക്ക് ഇറങ്ങിയിരുന്നു. ആൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നേ. എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് അവൾ പോകുന്നില്ലെന്ന് വാശി പിടിച്ചപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്ന അവളോട് വെറുതെ സമ്മതിച്ച. ഞാൻ അവളെ ബസ് സ്റ്റോപ്പിലാക്കി വിട്ടിട്ട് ഞാനും ബസ് കയറി.
ഞാൻ അവളെ ബസ് സ്റ്റോപ്പിലാക്കി വിട്ടിട്ട് ഞാൻ ബസ് കയറിക്കോളാന്ന് ഉറപ്പില്ല അവളങ്ങോട്ട് പോയത്. അവളെ കാണാൻ ഞാൻ തിരികെ പോന്ന് അവൾ അറിഞ്ഞു കാണില്ല. ഞാനൊന്ന് ഉറങ്ങിപ്പോയി വന്നിട്ട്, അതുകൊണ്ട് അവൾ വിളിച്ചപ്പോൾ കണ്ടതുമില്ല. ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയൊന്നും എനിക്ക് അങ്ങോട്ട് വരാൻ തോന്നിയില്ല. നല്ല സുഖമില്ലായിരുന്നു ആൻറ്റി. അത്രയും ദൂരം വന്നിട്ട് നാളെ കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരണമെന്ന് ഓർത്തപ്പോൾ എനിക്ക് പോരാൻ തോന്നിയില്ല. ലീസിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ മിത്ര തന്റെ അവസ്ഥ അവരോട് പറഞ്ഞു കൊടുത്തു. ടീന അവൾ എത്തിയില്ലെന്ന് ചോദിച്ചപ്പോൾ ആൾ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു ലിസി വിളിച്ചത്. കാര്യങ്ങൾ മിത്ര പറഞ്ഞു കൊടുത്തോടെ അവർക്ക് ആശ്വാസമാവുകയും ചെയ്തു. വീണ്ടും കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ ഫോൺ വെച്ച് പോയി. ടീനക്കൊന്ന് വിളിച്ചേക്കെന്ന് പറയാനും മറന്നില്ല. താൻ വണ്ടിയിൽ നിന്ന് വീണതും തന്റെ നെറ്റിയിലെ മുറിവുണ്ടായതൊന്നും മിത്ര മനഃപൂർവ്വം അവരോട് പറഞ്ഞില്ല. അത് കഴിഞ്ഞതിന് ശേഷം ടീനെ വിളിക്കാൻ തോന്നിയെങ്കിലും പിന്നെ അതിന് തോന്നാൻ അവൾ ഫോൺ മാറ്റിവെച്ചു. താൻ ബസ് സ്റ്റോപ്പിലേക്ക് കയറാൻ തിരികെ വണ്ടി ഓടിച്ചു പോരുന്നത് ടീന നോക്കി നിൽക്കുന്ന മിത്ര ഗ്ലാസ്സിലൂടെ കണ്ടതാണ്. താൻ വീട്ടിലേക്ക് പോകില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും പിന്നെ എന്തിനാണ് അവൾ ലിസി ആന്റിയോട് അങ്ങനെ വിളിച്ചു പറഞ്ഞെന്നത് ആ ഒരു ചിന്ത മിത്രയുടെ മനസ്സിൽ തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. എത്രയ്ക്ക് വേണ്ട ശ്രമിച്ചിട്ടും ആളൊന്ന് വിളിച്ചു പറഞ്ഞ ഓരോ വാക്കുകളും ആളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും തികട്ടി വരുന്നുണ്ടായിരുന്നു. ആ കിടപ്പിൽ പെട്ടെന്ന് ഉറങ്ങിപ്പോണെന്ന് വിചാരിച്ചാണ് കിടന്നെങ്കിലും ചിന്തകളുടെ ഭാരം കാരണം ആൾക്ക് അല്പം പോലും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും ഫോൺ എടുത്ത് ഓരോന്നൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്നിടെ വിശ്വയുടെ വിളി വന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും ഒറ്റയ്ക്കെടുക്കാൻ ഭയമൊന്നുമില്ലല്ലോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ അതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തീച്ചൂളയിൽ നിന്നും മിത്രക്കൊരു ആശ്വാസം കിട്ടിയതുപോലെയായിരുന്നു. വാതിലൊക്കെ ലോക്ക് ചെയ്തിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കോ, രാവിലെ കാണാമെന്ന് പറഞ്ഞാൽ ഫോൺ വെച്ച് പോയിട്ടും അവൾ അങ്ങനെ അവന്റെ ആ കരുതലിന്റെ സുഖമുള്ള ലഹരിയിൽ കണ്ണടച്ച് കിടന്നു. പിറ്റേന്ന് രാവിലെ നിർത്താതെയുള്ള ഫോൺ ബെല്ലടി കേട്ടാണ് മിത്ര ഉറക്കത്തിൽ ഞെട്ടിയുണർന്ന്. അവൾ എണീറ്റതും ഫോൺ നിലച്ച് ഒരുമിച്ചായിരുന്നു. എങ്കിൽ കുറച്ചേരം കൂടി കിടന്നേക്കാമെന്ന ധാരണയിൽ ആൾ ഒന്നുകൂടെ പുതപ്പിനടിയിലേക്ക് പതുങ്ങാൻ തുടങ്ങിയതും വീണ്ടും ഫോൺ അവൾ അതിനെ സമ്മതിക്കില്ലെന്ന പോലെ ബെല്ലടിച്ചു തുടങ്ങി. രണ്ടാം പ്രാവശ്യം ബെല്ലടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യക്കാരായിരിക്കുന്ന കരുതി മനസ്സോടെയാണ് മിത്ര അതെടുക്കാൻ എഴുന്നേറ്റ് ചെന്നതും. വിളിച്ച ടീനയായിരുന്നു. ആ പേര് കണ്ടത് അവളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. അതെടുക്കണോ വേണ്ടയെന്ന് അല്പനേരം കൂടി ചിന്തിച്ചെന്നിട്ടൊടുവിൽ ലാസ്റ്റ് ബെല്ല് തീരുന്നതിന് മുമ്പേ അവൾ അറ്റൻഡ് ചെയ്തു. ഗുഡ് മോർണിംഗ് മിത്ര. ഗുഡ് മോർണിംഗ്. നീ ഇപ്പോഴും എഴുന്നേറ്റില്ലായിരുന്നോ? ഉറക്ക ചടവുള്ള അവളുടെ ശബ്ദം കേട്ടായിരുന്നു ടീന അങ്ങനെ ചോദിച്ചത്. ഇന്ന് ലീവല്ലേ, കുറച്ചു നേരം ഉറങ്ങിപ്പോയി. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ, ചാടി എഴുന്നേറ്റിട്ടോ. സമയത്രയായെന്ന് യാതൊരു ധാരണയില്ലാത്തതുകൊണ്ട് മിത്ര അങ്ങനെയാണ് മറുപടി പറഞ്ഞത്. ഞാൻ കല്യാണത്തിന് വളരെ ഒരുക്കത്തില്ല. ഒട്ടും അസ്വാഭാവികത തോന്നാത്ത വിധം സംസാരിക്കാനാണ് ടീന ശ്രമിക്കുന്നതെന്ന് മിത്രക്ക് മനസ്സിലായി. അതേതായാലും നന്നായി എന്ന് അവൾക്കും തോന്നി. അല്ലെങ്കിൽ രാവിലെ തന്നെ അവളുടെ സംസാരം കേട്ടിട്ട് തന്നെ ഇന്നത്തെ മൂട് മുഴുവൻ ഇല്ലാതായി പോകുമെന്ന് അവൾ ഭയന്നിരുന്നു. പക്ഷേ അവൾ അതൊന്നും ടീനയോട് പറഞ്ഞുമില്ല. പോയി അടിച്ചു വിളിച്ചിട്ട് വാ, നീ അവിടെ ഒറ്റയ്ക്ക് നിൽക്കില്ലെങ്കിൽ ഞാനിന്ന് വൈകുന്നേരം തന്നെ വരാം, ടീന പറഞ്ഞു. എനിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ ധൃതി പിടിച്ച് മടങ്ങുന്നതെങ്കിൽ ആ വേണ്ടെന്ന് ഞാൻ പറയും. എനിക്ക് ഭയമൊന്നുമില്ല, അത് ഞാൻ മുന്നേയും പറഞ്ഞിരുന്നല്ലോ. ഇന്നലെ ഒരു ദിവസം ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു, എന്നിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം അങ്ങനെ തന്നെ കഴിഞ്ഞു പോകും. നീ നിന്റെ തിരക്കുകളൊന്നിട്ടിട്ട് ഓടി ഇങ്ങോട്ട് വരേണ്ടയില്ല. പിന്നെ ഞാനെനിക്ക് പറയാനുള്ള പറഞ്ഞു, ഇനിയെല്ലാം നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. മിത്ര തീരുമാനമെടുക്കാൻ അവളെ ഏൽപ്പിക്കുന്ന പോലെ. എന്നാൽ തന്റെ അതിലുള്ള നിലപാട് വ്യക്തമായിക്കൊണ്ട് പറയാനുള്ള തുറന്നു പറഞ്ഞു. ഞാൻ ഇന്നലെ ഇവിടെയാണെന്ന് അറിഞ്ഞിട്ടും നീ പിന്നെ ഇന്നലെ ലിസി ആന്റിയെ വിളിച്ച് ഞാൻ അവിടെ എത്തിയോ ചോദിച്ചെന്ന് ടീനയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു മിത്രയ്ക്ക്. ഇന്നലെ ലിസി ആന്റിയെ വിളിച്ചപ്പോൾ തന്നെ ഇനി അത് ചോദിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചതുമാണ്. പിന്നെ തോന്നി അവളായിട്ട് ആ പ്രശ്നം ഇനി കുത്തിപ്പോയി കൊണ്ടുവരാത്തതുകൊണ്ട് ഇനി താനും അതിനെ കുറിച്ചൊന്നും പറയുന്നില്ലെന്ന്. ഞാനെന്തായാലും പോയി നോട്ടെ, അവിടെ എത്തിയതിനു ശേഷം അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. മാക്സിമം ഞാനിന്ന് വൈകുന്നേരം തന്നെ എത്താൻ ശ്രമിക്കും. വീട്ടിലൊക്കെ പറഞ്ഞിട്ട് കല്യാണത്തിന് പോകുന്ന തന്നെ. ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിലല്ല, താൻ വിഷയോട് അടുക്കുമെന്ന് അവൾക്ക് ഇപ്പോഴും നല്ല ഭയമുണ്ടെന്നും താൻ ഇന്നലെ പറഞ്ഞു എന്ന് അവൾ അല്പം പോലും ഏറ്റിട്ടില്ലെന്നും മിത്രക്ക് ഒരൊറ്റ സംസാരം കൊണ്ട് തന്നെ മനസ്സിലായിരുന്നു. എങ്കിലും അവൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ എന്നും പറഞ്ഞിട്ട് വീണ്ടും കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ മിത്ര ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. കോളേജ് ഇല്ലാത്തതുകൊണ്ടും ഒറ്റയ്ക്കായതുകൊണ്ടും ചെയ്യാൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതിനാലും കുറച്ചേരം കൂടി ഉറങ്ങാന്ന ധാരണയിൽ മിത്ര വീണ്ടും കിടക്കാനൊരുങ്ങവേ കോളിംഗ് ബെല്ലടിക്കുന്ന കേട്ടു. ആരാണാവോ ഈ നേരത്തെ എന്നൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആൾ പുറത്തേക്ക് നടന്നത്. ചെന്ന് നോക്കുമ്പോൾ വിഷയമാണ്. ഗുഡ് മോർണിംഗ് മാം. ആളെ കണ്ടത് അവൻ കളിയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ? യാ. പെൺകുട്ടികളിങ്ങനെ മൂട്ടിൽ വെയിലടിക്കുന്ന പോലെ ഒന്നും കിടന്നുറങ്ങാൻ പാടില്ലെന്ന് വീട്ടിൽ നിന്നാരും പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലേ? തന്റെ കൈയുള്ള പാത്രം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് വിശ കുസൃതിയോടെ ചോദിച്ചു. അതൊക്കെ പഠിപ്പിച്ചു തരാൻ എനിക്ക് അമ്മയിലല്ല വിശ്വ. ചിരിച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞെങ്കിലും അവന്റെ ചിരിമായാൻ ആരൊറ്റ വാക്ക് ധാരാളമായിരുന്നു. നശിപ്പിച്ച് രാവിലെ തന്നെ അവനാളെ നോക്കി പല്ലടിച്ചു. എന്നോട് ചോദ്യം ചോദിച്ചു, ഞാനതിന് മറുപടി പറഞ്ഞു. അതിനെന്താ? ഓ അതിനൊന്നുമില്ല, പോയി പല്ലിയേച്ച് ചായ പിടിച്ച് കുളിക്കാൻ നോക്കുവച്ചേ, അവൻ അലസമായി പറഞ്ഞു. കഴിക്കാനൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്ന വിശ്വ, ഇതിപ്പോ ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായില്ലേ? തനിക്ക് കയ്യിലേക്ക് അവൻ വെച്ചെന്ന പാത്രത്തിൽ തനിക്ക് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണമാണെന്ന് മനസ്സിലാക്കിയത് പറയുമ്പോൾ മിത്രയുടെ മുഖം ചുളിഞ്ഞിരുന്നു. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി, വിശ്വ അവിടെ നോക്കി പുച്ഛത്തോടെ തന്നെ പറഞ്ഞു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.